ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ആന്തൂറിയൻ ചെടി എങ്ങനെയുണ്ട് ഗൈസ്? ആന്തൂറിയം കണ്ടോട് എൻ്റെ കൈയും കണ്ടില്ലേ? അപ്പം എൻ്റെ കൈക്ക് എന്താണ് പറ്റിയത്? എന്നോട് ലിയോ ചോദിക്കുന്നത് എന്തായിരിക്കും, നിൻ്റെ കൈക്ക് എന്തു പറ്റി, എന്തായിരിക്കും? അപ്പം ഞാൻ കഥ പറയാം ഗൈസ്. കഥ പറയുന്നത് ബോറാവത്തില്ല, കാരണം ഞാൻ എൻ്റെ ഗാർഡനിൽ കൂടെ പോയിട്ടാണ് കഥ പറയുന്നത്. ഇത് എൻ്റെ ചെറിയ വിരൽ ഒന്ന് ഒടിഞ്ഞ കഥയാണ്, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ കഥയാണ് കേട്ടോ. ഓഫീസിലെ പ്യുവറായിട്ടും എൻ്റെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ഗൈസ്. ഒരു 2 മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ജൂലൈയിലാണ് കേട്ടോ. 16 ദിവസം ഞാൻ റെസ്റ്റിലായിരുന്നു. വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചു, ഓഫീസിലുള്ളവരെയും ബുദ്ധിമുട്ടിച്ചു. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ജീവിതത്തിൽ. ഇതൊന്ന് പറയണമെന്ന് തോന്നി. അന്നേരം ഒന്നും വീഡിയോ ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. ഇപ്പോഴാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഓഫീസിൻ്റെ വാഷ്റൂമിൻ്റെ ഡോർ ഓട്ടോമാറ്റിക്കാണ്. ഞാൻ രാവിലെ ധൃതി പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ കൈ പിടിച്ച് വെറുതെ കാലൊന്ന് തൂത്തു. ഡോറ് വന്ന് അടഞ്ഞു, കൈ മുറിഞ്ഞു, ഒടിഞ്ഞു. പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. റെസ്റ്റ്. ജോലിയൊന്നും ഇല്ലായിരുന്നു. കുറേ നാൾ വീട്ടിലിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതങ്ങ് പാസ്സായി കിട്ടി. ഇങ്ങനെയായിരുന്നു കേട്ടോ കെട്ടി വെച്ചിരുന്നത്. ഒരു കൈക്ക് വിരലിന് ക്രാക്ക് ഉള്ളതുകൊണ്ട് മറ്റേ വിരലും കൂടെ കൂട്ടിന് വേണ്ടി 2 പേരുടെ കെട്ടി അങ്ങ് വെച്ചു. അങ്ങനെ വന്ന് പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലിയോയ്ക്കാണെങ്കിൽ ബ്ലഡിൻ്റെ സ്മെല്ല് വന്നിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അതോ അവൻ്റെ സ്നേഹം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വാ കൈ ഇങ്ങ് താന്ന് പറഞ്ഞു. ഇവനെ കൈ കെട്ടി അവൻ അപ്പം തന്നെ വായിലോട്ട് വെക്കണം. അമ്മേ, അങ്ങനെയാണെങ്കിൽ ജീവൻ പോവും. അങ്ങനെ അവിടെ നിന്ന് അവനെ കാണിച്ചു കേട്ടോ. കൈയൊന്നും അധികം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. നല്ല വേദനയായിരുന്നു കേട്ടോ. കാക്കനാട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലായിരുന്നു. കുറേ നേരം എടുത്തു കേട്ടോ സ്റ്റിച്ചൊക്കെ ഇടാനും ഡോക്ടർ വരാനും ഒക്കെ. ആംബുലൻസൊക്കെ വിളിച്ച് അലമുറയിട്ട ശബ്ദമൊക്കെ ഇട്ടാട്ടോ പോയത് കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ആർക്കും ഇതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇതുപോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു 3 ദിവസം കൂടുമ്പോൾ. എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ആക്സിഡൻ്റൊക്കെ ഉണ്ടാവും. നമ്മുടെ കുറച്ച് ദിവസങ്ങൾ പ്രൊഡക്റ്റീവ് അല്ലാതെയായി മാറും. മെൻ്റലി നമ്മളൊരു പ്രത്യേക അവസ്ഥയിലോട്ടാകും കണ്ടോ. ഇതുപോലെ ഓരോ കാര്യത്തിനും നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യും. കഴിക്കാൻ കൈയൊന്നും നനയ്ക്കാൻ പാടില്ലായിരുന്നു, അപ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്യും കുളിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കഴിക്കാനായിട്ട് അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാം ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കർക്കിടകമെന്നൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ ഇതുപോലെ കൈ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നടക്കുന്നു, തീപ്പന്തം പോലെ. പിന്നെ പോയിട്ട് ഇതുപോലെ സ്റ്റിച്ചൊക്കെ എടുത്തു കേട്ടോ. ഇതിനിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെറുതെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്? അങ്ങനെ ആ കൈയും കെട്ടി വെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കുറേ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെഡിക്കൽ ലീവിലൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഗാർഡനിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ സീഡം പ്ലാന്റ് നല്ല ചെടിച്ചട്ടി നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ നല്ല കണ്ണിനൊരു കുളിർമ തോന്നും കേട്ടോ. ഇതിൻ്റെ വേറൊരു മഞ്ഞ വെറൈറ്റിയും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് വെയിൽ കൊള്ളാൻ പാടില്ലാത്ത നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് എക്സ്ട്രീം വെയിൽ തിരിക്കുവാണ്. അതിൻ്റെ ഇലയൊക്കെ വാടി കരിഞ്ഞിരിക്കുവാണ്. ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. അറിയാവുന്നവർക്കറിയാം, അറിയത്തില്ലാത്തവർക്കറിയത്തില്ല. ഇതിൻ്റെ ഇലകൾ ബട്ടർഫ്ലൈയുടെ ചിറക് പോലെയല്ല ഇരിക്കുന്നത് നോക്ക്. അതുകൊണ്ടാണ് ഇവയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനിലെ ഏറ്റവും വലിയ ട്രീ, ഇതിനെപ്പറ്റി മെയിനായിട്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഫിറ്റൂണിയ. എനിക്ക് ഈ ഒരു വെറൈറ്റി ഫിറ്റൂണിയ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു തൈ വെച്ചാണ് ചെടിച്ചട്ടി നിറഞ്ഞു വന്നിട്ടുണ്ട്, സുന്ദരി. അപ്പോൾ ഇതേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കൈയുടെ വീഡിയോ നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. നമ്മുടെ ബോഗൺവില്ല ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഈ കളറ് എപ്പോഴും ഇങ്ങനെ പൂത്തിരിക്കും കേട്ടോ. എനിക്ക് കണ്ണിന് കുളിർമ തോന്നുമ്പോൾ ഇവിടെ വന്നിരിക്കും. മണമൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കൈയും തൂക്കി പിടിച്ച് ഞാനിങ്ങനെ ചെടികളുടെ അടുത്തുകൂടെ നടക്കുവാണ്. എനിക്കെന്തോ ഒരു സമാധാനം ഉള്ളതുപോലെ തോന്നി. ഇടയ്ക്ക് മഴ, വെയിൽ ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി, എനിക്ക് മഞ്ഞ ചെണ്ടുമല്ലിയാണുള്ളത്. ഇതുണ്ടായിട്ട് പോലും ഞാൻ ഓണത്തിന് പൂക്കളിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത് പറിക്കാനായിട്ട് തോന്നുന്നില്ല. ഇവരെന്നെ നോക്കിയിട്ട് ചിരിക്കുവാന്ന് തോന്നും ഗൈസ്. എനിക്ക് എൻ്റെ വീടിനെ വേണ്ടുന്ന ചെടി പൂവ് പറിക്കാനേ തോന്നുന്നില്ല. ഞാൻ പൂക്കളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഓണത്തിന്. നമ്മുടെ പഴയ ചെടി വാടാമുല്ല നിറച്ചിങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. എൻ്റെ വിത്ത് വീണ് ചെണ്ടുമല്ലിയും വാടാമുല്ലയും ബോഗൺവില്ലയും എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അരീലിയ ഈ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോഴാണ് 2 പേര് കുളിക്കാൻ വേണ്ടി വന്നത്. നല്ല വെയിൽ തെളിഞ്ഞ ദിവസം ലിയോയ്ക്ക് കുളിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഉണ്ടല്ലോ, അവൻ കൂട്ടിക്കയറത്തില്ല. ഈ ചെടിയല്ല ഇങ്ങനെ മറിച്ചിട്ട് അവൻ അവിടെ ഭയങ്കര വികൃതി കാണിച്ച് ഓടും. എന്നിട്ട് ചെളിക്കത് പോയി ഉരുളും. അറിയാമല്ലോ, എൻ്റെ ചെടിയൊക്കെ ഇങ്ങനെ
ക്ലോക്ക് പ്ലാന്റൊക്കെ ഇന്ന് നോക്കി നിൽക്കുകയാണ്. ഇതെൻ്റെ ഹൈഡ്രാഞ്ചിയാണ് ഗൈസ്. ഒരു 4 വർഷം പ്രായമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് വിടുന്നതുകൊണ്ട് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. നോക്കുമ്പോൾ ലിയോ ഉണങ്ങാൻ വേണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കര കാണിച്ചാണ് ആ സമയത്തൊക്കെ. എന്ത് ചെയ്യണം, വെറുതെ പ്രൊഡക്റ്റീവ് അല്ലാത്ത കുറേ ദിവസങ്ങൾ. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീട്ടിൽ നിന്നു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ. അങ്ങനെ അവൻ ഉണങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ വേറൊരാളിരുന്ന് ഉണങ്ങുവാണ് കേട്ടോ, ഒരു ബട്ടർഫ്ലൈ. എനിക്ക് ബട്ടർഫ്ലൈ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇവനിങ്ങനെ തേനൊന്നുമല്ല, വേറെന്തോ ഉള്ളി എന്തോ ചെയ്യുമായിരുന്നു. പിന്നെ ഇതെൻ്റെ കൊങ്ങിണിയുടെ മഞ്ഞ വെറൈറ്റി, വെള്ളയുണ്ട്, ഒരു മജന്തയുണ്ട്. ചെടികൾക്കകത്തെ കാടുകളൊന്നും പറിക്കാതെയൊക്കെ നിന്ന് കുറേ ചെടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെടികളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് അവസരങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ചെടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ സ്റ്റിഗി വന്നു. സ്റ്റിഗിയെ കുളിപ്പിക്കുന്ന രണ്ടാമതാണ്. സ്റ്റിഗിക്ക് വെയിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അവർ നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചു. നന്നായിട്ട് ഇങ്ങനെ നിന്ന് ഉണങ്ങും കേട്ടോ. സ്റ്റിഗിക്ക് ബോള് ഭയങ്കര പ്രാന്താണ്. അവൾ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ തരത്തില്ല, അത് അവളുടെ സ്വന്തമാണ്. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. വെറുതെ അങ്ങ് തോന്നും കേട്ടോ, പാവം അച്ഛൻ ബുദ്ധിമുട്ടിച്ച് ഞാൻ കുറേ. അങ്ങനെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു തൈ വെച്ചാണ്, ഒരു ചെടി മുഴുവൻ ഫുള്ളായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുവാണ്. ഇടയ്ക്ക് വരുമ്പോൾ ഒന്നും പറ്റിയില്ല. അപ്പോൾ അച്ഛനും പച്ചൊന്നും നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു. ഇൻഡോർ വെക്കാൻ വേണ്ടിയുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലെസ്ഡ് പ്ലാന്റാന്ന് ഞാൻ പറയും ഇത്. ഇതിൻ്റെ ഒരു വാളിൻ്റെ ഷേപ്പുള്ള ചെടിയുണ്ട്, പഴയ സ്നേക്ക് പ്ലാന്റ്. ഇത് കുറച്ചുകൂടെ വെരിഗേറ്റഡ് ആണ് കേട്ടോ. ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കും, അധികം ലൈറ്റൊന്നും വേണ്ട. നമ്മുടെ വീടിനുള്ളിൽ വെക്കാൻ വേണ്ടി ഏറ്റവും അടിപൊളി ചെടിയാണ് ഗീസ്. ഇടയ്ക്കിടയ്ക്ക് കൈക്ക് നല്ല വേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നടക്കുമ്പോൾ അതെല്ലാം അങ്ങനെ മറന്നു പോകുമായിരുന്നു കേട്ടോ. ഇത് വീടിനകത്ത് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നാടൻ വെറൈറ്റിയാണ് വെച്ചിരുന്നത്, വൈറ്റ് കളറുള്ളത്. അത് പോയി. അപ്പോൾ നമ്മൾ ഇതൊന്ന് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2 എണ്ണം അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നും വേണ്ട, റൂമിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റും അധികം ഒന്നും വേണ്ടാത്ത ചെടിയാണ് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനൊരു ചെടി കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഒരു മുളയുടെ വെറൈറ്റിയാണ്. ഒരു പൂവൊക്കെ ഉണ്ടാകും കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി. അധികം വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാടിപ്പോവും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഭയങ്കര വെയിലായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ചെടി ഈ വീട് തന്നെ ഉണ്ടായി വന്നതാണ്, ഓരിടത്തുനിന്നും ഉണ്ടെന്നൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയത്തില്ല, കാക്കപ്പൂ അങ്ങനത്തോണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് സീഡം പ്ലാന്റ് മഞ്ഞ. പിന്നെ കുറച്ച് റീപോർട്ടിങ് ഒക്കെ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചേമ്പ് വെറൈറ്റി എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മതിൽ ഈ ചെടി വെച്ചിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ അമ്മ വെച്ചേക്കുന്നതാണ്. ചെടിച്ചട്ടി വെറുതെ ഇരിക്കുന്നതാണ്. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ നട്ടു വെക്കാൻ വേണ്ടി തോന്നും. നോക്കുമ്പോൾ നമ്മുടെ പറമ്പിലെ പുല്ലുകൾക്കിടയിൽ ആർക്കും വേണ്ട കിടക്കുന്ന ഒരു ചെടി കണ്ടു ഗൈസ്. ഇതാണത്. അത് നമ്മുടെ ഒരു ചേമ്പിൻ്റെ വെറൈറ്റിയാണ്. എനിക്കറിയത്തില്ല അതിൻ്റെ വിത്ത് എങ്ങനെയാണ് അങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ ഈ കൊളക്കേഷ്യ ഇങ്ങനെ നമുക്ക് ചെടിച്ചട്ടിക്ക് അത് എടുത്ത് നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ എല്ലാ കാട്ടിലും ഉണ്ടാകുന്ന ഒരു ചെടി നമ്മുടെ സിങ്കോണിയം. മുമ്പ് ഇവിടുന്ന് പറിച്ച് ദൂരെ കളഞ്ഞാണ്, അതുപോലെ ശല്യമായിരുന്നു കേട്ടോ. ഈ സിങ്കോണിയം നമ്മുടെ ചെടിക്കകത്തും പറമ്പിലൊക്കെ അച്ചയ്ക്ക് ഇഷ്ടമേ അല്ല. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുന്ന കുറച്ച് കുപ്പയില മാണിക്യത്തിനെ എല്ലാം കൂടെ ചെടിച്ചെടിയിലേക്ക് എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. ശരിക്കും സമയം പോകാൻ വേണ്ടിയൊന്നുമില്ല അത് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലഷർ മൈൻഡിന് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ എല്ലാം കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഓരോന്നും ചെടിച്ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഈ കൊളക്കേഷ്യയൊക്കെ നടുമ്പോൾ നമ്മൾ വലിയ വളമൊന്നും ഇടേണ്ട കാര്യമില്ല. ഇനി എനിക്ക് അറിയത്തില്ല, നമ്മുടെ വീട്ടിൽ ചെറിയൊരു ചാണകപ്പൊടിയും ഈ മണ്ണും കൂടി ഇടാറുള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടുത്തെ മണ്ണൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള മണ്ണായതുകൊണ്ടായിരിക്കാം ഭാഗ്യം. അങ്ങനെ നമ്മൾ ഓരോരോ ചട്ടിക്കകത്ത് ഇതൊക്കെ ചെടി പോയിട്ടുള്ള ചെടിച്ചട്ടികളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഫാമിലിയിലുള്ളവരെല്ലാം കൂടെ ഒരിടത്ത് നിർത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുന്നത്. സത്യം പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഇതൊന്നും ചെടിയല്ല, ഇതെല്ലാം കാടാണ്, പറിച്ച് കളാ എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നു. പാവം അച്ഛൻ ഒരു നല്ല അടിപൊളി കർഷകനാണ്. പക്ഷെ ഗാർഡനിങ് ഒന്നും ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്കെല്ലാം ചെയ്തു തരും. ഞാൻ നല്ല വേദനയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച്. എനിക്ക് ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഓഫീസിലൊക്കെ ആ സമയത്തിന് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ. നമുക്കൊരു വയ്യാഴിക വന്നു കഴിയുമ്പോഴാണ് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. വീട്ടുകാരല്ലാതെ നമുക്ക് ആരൊക്കെ ഉണ്ട്, നമ്മളെ ആരൊക്കെ അന്വേഷിക്കും. നമ്മളൊരു 5-6 ദിവസം മാറി നിന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഫിലോസഫി ഒന്നും അല്ല കേട്ടോ, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എനിക്കിങ്ങനെ ഒരു
ഇതുണ്ടാകുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. ശ്രദ്ധിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ദൈവഭാഗ്യത്തിനുണ്ടായി. അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പം നമ്മളവിടെ നിന്ന് എടുത്ത ചെടി ഉള്ളിൽ വെക്കാൻ പോവാണ്. ഇതിന് ഞാൻ പിന്നെ വീഡിയോ ഇടാൻ കേട്ടോ, ഇതിൻ്റെ എന്തായി ഗ്രോത്ത് എന്നൊക്കെ. പച്ചപ്പാവോ അതും എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോട്ട് ചെടികളുടെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങോട്ട് കമൻറ്റ് ചെയ്യുന്നേ, ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യേ. അതൊക്കെ സപ്പോർട്ടല്ലേ. ഇനി നമ്മൾ ആൻറ്റി പൊളിയായിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.